ഹേ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ചെറിയൊരു തട്ടിക്കൂട്ട് കുക്കിംഗ് വീഡിയോ ആണ്. വേറെ ഒന്നുമല്ല, നമുക്കൊരു 4 മണി പലഹാരം ഉണ്ടാക്കാം. പലഹാരം അങ്ങനെയും പറയാം. ഫസ്റ്റ് നമ്മളെ വെള്ളക്കടലയിലെ ഉപ്പിട്ട് നല്ല രീതിയിൽ വേവിച്ചെടുക്കണം. ഞാൻ ഒരു 6-7 മണിക്കൂർ എന്തോ കോവര ഇട്ടതിന് ശേഷമാണ് ഒരു കുക്കറിലിട്ട് വേവിച്ചെടുത്ത്. പിന്നെ ഇതിനാവശ്യമുള്ള നമ്മളെ കടയിൽ നിന്ന് വാങ്ങുന്ന പൊരി, ഉള്ളി, മുളക് പൊടി, സോസ്, ഇത് ഇത്രയും വേണം. കുണുകുണാന്നരിഞ്ഞ ഉള്ളിയാണ്, സവോള കുഞ്ഞായിട്ട് അരിഞ്ഞത്. ഫസ്റ്റ് നമ്മളെ കടല വേവിച്ച് ചൂടോടെ ചെയ്യണതാണ് നല്ല ടേസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, കഴിക്കുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ വേവിച്ചതും നമ്മളവിടെ എന്ത് ചെയ്ത് പ്രിപ്പയർ ചെയ്യണതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പോൾ കടല ആദ്യം ഇടുക. പിന്നെ നമ്മളെ പൊരി, ഇത് കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഈ പൊരി വാങ്ങുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ പൊരി ഇത് 40 പൊരി അങ്ങനെ ഉള്ളൂ. പിന്നെ നമ്മുടെ സവോള കുഞ്ഞായിട്ട് അരിഞ്ഞ സവോള കുറച്ചിടുക. പിന്നെ മുളക് പൊടി നമ്മളെ എരിവിനനുസരിച്ചിട്ടാൽ മതി. കാരണം ഇവിടെ എരിവ് അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ 15 രൂപയുടെ സോസ്, ഞാൻ 15 രൂപയുടെ സോസാണ് എടുത്ത്. ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയതാണ്, അല്ലാതെ ഞാൻ പ്രത്യേകം വീട്ടിൽ വാങ്ങിച്ച് വെക്കാറില്ല. അപ്പോൾ 15 രൂപയുടെ സോസ്. ഫസ്റ്റ് ഞാൻ സ്പൂണിട്ട് ഇളക്കാൻ നോക്കിയെങ്കിലും ക്യാമറ ഒരു കയ്യിലിരിക്കണോണ്ട് എനിക്കിത് സെറ്റായില്ല. പിന്നെ ഞാൻ ഇതുപോലെ എന്ത് ചെയ്ത് തട്ടി അതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തൊക്കെ വെച്ചു. എല്ലാവർക്കും ആദ്യം കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് കൊടുക്കുന്നത് ചേട്ടൻ്റെ അമ്മയ്ക്കാണ്. അവരാണ് എൻ്റെ ടേസ്റ്റർ മാൻ. കാരണം എന്തുണ്ടെങ്കിലും അത് കറക്റ്റാണ് പറഞ്ഞു തരും, കൊള്ളാവുന്നോ ഇല്ലെങ്കിലോ. അപ്പോൾ ആദ്യം അവർക്ക് തന്നെ കൊടുത്തു. നോക്കിയപ്പോൾ അവരെ വേണ്ടെന്ന് നമുക്ക് കേട്ടാലോ. സൂപ്പർ അല്ലേ? 1 മിനിറ്റ് കൊണ്ട് സാധനം തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.